കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തനരഹിതമായിട്ട് 2 വർഷം പിന്നിടുന്നു. പരാതികൾ അറിയിച്ചെങ്കിലും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം. സെൻസർ പ്രവർത്തിക്കാതായതോടെ കുഞ്ഞിനെ കിടത്തിയാൽ പോലും അധികൃതർക്ക് അറിയാൻ കഴിയില്ല. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി പരിസരത്തെ അമ്മത്തൊട്ടിലെത്തിയാൽ ഇതുപോലൊരു അറിയിപ്പ് കാണാം. പ്രവർത്തനരഹിതമെന്ന്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി കോട്ടയത്തെ അമ്മത്തൊട്ടിലിന്റെ സ്ഥിതി ഇതാണ്. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, അമ്മത്തൊട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അതിന്റെ ചവിട്ടി തന്നെ കാല് വയ്ക്കുമ്പോഴത്തേക്ക് സെൻസർ പ്രവർത്തിക്കും. ആ സെൻസർ പ്രവർത്തിക്കുന്ന ഒരു അലാമോടുകൂടി തന്നെ കാഷ്വാലിറ്റിയിലെ നഴ്സിന്റെ അടുത്താണ് ചെല്ലുക. ഈ സെൻസർ പ്രവർത്തിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ട് കാഷ്വാലിറ്റിയിൽ ഇതിന്റെ അവയർനെസ് കിട്ടില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ പട്ടിയോ എന്തെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ, നമുക്ക് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാതകമായിട്ട് അത് മാറും. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്താൻ പടിക്കെട്ടിൽ കയറി നിൽക്കുമ്പോൾ സെൻസർ പ്രവർത്തിച്ച് അലാറം മുഴങ്ങണം. അത് തകരാറിലായതോടെ കുഞ്ഞിനെ കിടത്തിയ വിവരം അധികൃതർ എപ്പോൾ അറിയുമെന്നതിൽ നിശ്ചയമില്ല. ജില്ലാ ശിശുക്ഷേമ സമിതിക്കാണ് അമ്മത്തൊട്ടിലിന്റെ ചുമതല. വിഷയം പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും കാര്യമായ നടപടി ഉണ്ടാകുന്നില്ല. ആധുനിക സാങ്കേതിക വിദ്യയോടെ പുതിയ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാലാണ് പ്രവർത്തനം വൈകിയതെന്നും ഉടൻ സൗകര്യമൊരുക്കുമെന്നും അധികൃതർ അറിയിക്കുന്നു. ഒരു കുഞ്ഞു ജീവൻ പോലും അനാഥമാകരുതെന്ന ചിന്തയിലാണ് കേരളത്തിൽ അമ്മത്തൊട്ടിൽ വന്നത്. പ്രവർത്തനരഹിതമായ അമ്മത്തൊട്ടിൽ കൊണ്ട് അതെങ്ങനെ സാധ്യമാകുമെന്നാണ് ചോദ്യം. റിപ്പോർട്ടർ, കോട്ടയം.